പരിയാരം ഗ്രാമപഞ്ചായത്ത് 2020-2025 സമഗ്ര വികസന രേഖ. പരിയാരം ഗ്രാമപഞ്ചായത്ത് സമഗ്ര വികസനത്തിനുതകുന്ന നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കി സുസ്ഥിര വികസന ലക്ഷ്യത്തോടടുക്കുകയാണ്. വിനോദസഞ്ചാര വികസനത്തിന് അനന്ത സാധ്യതകൾ തുറന്നുതരുന്ന പ്രകൃതിയുടെ വശ്യ സൗന്ദര്യം പരിയാരത്തിന്റെ സവിശേഷതയാണ്. കാർഷിക സമൃദ്ധിയും വ്യാവസായിക വളർച്ചയും പരിയാരത്തിന്റെ സമ്പദ്ഘടനയെ നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ ആരാധനാലയങ്ങൾ, ഹൈടെക് വിദ്യാലയങ്ങൾ, കലാസാംസ്കാരിക രംഗത്ത് ആബാലവൃദ്ധം ജനങ്ങളെയും കൈപിടിച്ചുയർത്താൻ നിരന്തരം പ്രോത്സാഹിപ്പിച്ചു വരുന്ന സാംസ്കാരിക സ്ഥാപനങ്ങൾ 18 വാർഡിലും അംഗീകൃത വായനശാലകളും ഗ്രന്ഥാലയങ്ങളും നമ്മുടെ വളർച്ചയുടെ നാഴികക്കല്ലായി വർത്തിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ആദ്യപടിയായി അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ കഴിഞ്ഞത് കൂട്ടായ്മയുടെ അടയാളമാണ്. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പരിയാരം ഗ്രാമപഞ്ചായത്ത് പരിയാരം, കുറ്റ്യേരി വില്ലേജുകൾ ഉൾപ്പെടുന്ന 54.77 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ 1099 കുടുംബങ്ങളിലായി ആകെ ജനസംഖ്യ 33,011 ആണ്. 2020 അധികാരമേറ്റ ഭരണസമിതിയുടെ പ്രസിഡന്റ് ശ്രീമതി ടി ഷീബയാണ്. ശ്രീ പി ബാബുരാജൻ വൈസ് പ്രസിഡന്റും ശ്രീമതി ടോണ വിൻസെന്റ്, ശ്രീ ആർ ഗോപാലൻ, ശ്രീമതി ടി രജനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായും പ്രവർത്തിച്ചു വരുന്നു. ശ്രീ മുഹമ്മദ് അഷറഫ് പി കെ, ശ്രീമതി സുജിത എ കെ, ശ്രീമതി സാജിദ പി, ശ്രീ എം ബാലകൃഷ്ണൻ, ശ്രീ ടി സുനിൽകുമാർ, ശ്രീമതി അനിത പി, ശ്രീ ടി ഇബ്രാഹിംകുട്ടി, ശ്രീമതി സൽമത്ത് കെ പി, ശ്രീ സജീവൻ പി വി, ശ്രീ അബ്ദുൾ ഷുക്കൂർ പി വി, കുമാരി ദൃശ്യ ദിനേശൻ, ശ്രീമതി രമണി വി, സുജിഷ എം എന്നിവർ ഭരണസമിതി അംഗങ്ങളായി പ്രവർത്തിച്ചു വരുന്നു. പദ്ധതി ആസൂത്രണത്തിലും നിർവഹണത്തിലും ശ്രീ എം ചന്ദ്രൻ മാസ്റ്റർ ഉപാധ്യക്ഷനായുള്ള ആസൂത്രണ സമിതി ഭരണസമിതിയെ സഹായിക്കുന്നു. ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും അവ വിജയത്തിലെത്തിക്കുവാനും ഗ്രാമസഭകൾ വിളിച്ചുചേർത്ത് പദ്ധതികൾ ലക്ഷ്യത്തിലെത്തിക്കുവാൻ വേണ്ട ജനകീയ പിന്തുണ ആർജിക്കുവാനും ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ ഏറെ അഭിമാനമുണ്ട്. കാർഷിക വൈവിധ്യം പരിയാരത്തിന്റെ സമ്പദ്ഘടനയെ നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുവെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതിയുടെ 5 വർഷ കാലാവധിയിൽ കാർഷിക മേഖലയിൽ 2,06,380 രൂപ നെൽകൃഷി വികസനത്തിനായി ചെലവഴിച്ചിട്ടുണ്ട്. ജീവനി പച്ചക്കറി പദ്ധതികൾ, സുഭിക്ഷു കേരളം തരിശു നെൽകൃഷി, തരിശു പച്ചക്കറി കൃഷി എന്നിവ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി 2,78,600 രൂപ ചെലവഴിച്ചു. ഒരു വീട്ടിൽ ഒരു തെങ്ങ് എന്ന പദ്ധതിയിലൂടെ ഓരോ വീട്ടിലും ഒരു തെങ്ങ് ഉറപ്പാക്കി. തെങ്ങിന് ജൈവവളം സബ്സിഡി നിരക്കിൽ നൽകുന്നതിനായി 13,98,204 രൂപ വകയിരുത്തി. കവുങ്ങ് കൃഷി വികസനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതി കർഷകരിൽ നിന്നും ഏറെ പ്രശംസ പിടിച്ചുപറ്റുന്നതായിരുന്നു. 4,35,325 രൂപ വിവിധ പദ്ധതികൾക്കായി കവുങ്ങ് കൃഷി പ്രോത്സാഹനത്തിനായി ചെലവഴിച്ചു. ഉഴുന്നുവിത്ത് വിതരണം, തേൻ ഗ്രാമം, മഞ്ഞൾ ഗ്രാമം, ചെറുധാന്യ കൃഷി, വീട്ടിലൊരു കോവൽ തുടങ്ങി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഒട്ടേറെ പദ്ധതികൾക്ക് രൂപം നൽകി. ഉഴുന്ന് കൃഷിയുടെ വ്യാപനത്തിന് വിത്ത് സൗജന്യമായി നൽകിയ വകയിൽ 3,98,400 രൂപ ചെലവഴിച്ചു. തരിശ് പച്ചക്കറി വ്യാപനത്തിന് ഹെക്ടറിന് 35,000 രൂപ വിതരണം ചെയ്തു. പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ 7,42,600 രൂപ ചെലവിൽ പച്ചക്കറി തൈ വിതരണം ചെയ്തു. പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്ന കാർഷിക കർമ്മസേന മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ, നൂതന കൃഷിരീതികൾ, വിത്തുൽപാദനം, ജൈവവള നിർമ്മാണം, മാതൃകാപരമായ കൃഷിരീതികൾ എന്നിവയെല്ലാം കർഷകരിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു വരുന്നു. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പിന്തുണയോടെ പരിയാരം ബ്രാൻഡ് അരിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നിർമ്മിച്ച് വിതരണം ചെയ്യാൻ വിപുലമായ പ്രവർത്തന പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. മൃഗസംരക്ഷണം, പോത്തുകുട്ടി,
ആട്, കോഴി വളർത്തൽ പദ്ധതിയിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ആക്കം കൂട്ടി പശു വളർത്തൽ, കന്നുകുട്ടി പരിപാലനം എന്നിവ ഉറപ്പാക്കി. പരിയാരം, കുറ്റ്യേരി, ഇരിങ്ങൽ എന്നീ ക്ഷീരസംഘങ്ങൾ വഴി ക്ഷീര കർഷകർ അളക്കുന്ന പാലിന് ലിറ്റർ 1-ന് 4 രൂപ സബ്സിഡി ആനുകൂല്യം നൽകി വരുന്നു. 50 ലക്ഷം രൂപ ക്ഷീരഗ്രാമം പദ്ധതി നിർവഹണത്തിന് മാറ്റിവച്ചു. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. മുട്ട, മാംസം എന്നീ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്വയം പര്യാപ്തത ലക്ഷ്യം വച്ച് വിവിധങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. 1300 ഗുണഭോക്താക്കൾക്ക് 8,12,500 രൂപ ഈ ഇനത്തിൽ സബ്സിഡി അനുവദിച്ചു. പേവിഷബാധ മുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് ABC ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നു. സാമൂഹ്യക്ഷേമം ലക്ഷ്യമാക്കി ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതി കാലയളവിൽ സാധ്യമാക്കിയിട്ടുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കി 60 വയസ്സിനു മുകളിൽ പ്രായമുള്ളവർക്ക് കട്ടിൽ, വാതിൽപ്പടി സേവനം ഉറപ്പാക്കൽ, പൗരാവകാശ രേഖ പ്രസിദ്ധീകരിക്കൽ, വിശപ്പുരഹിത കേരളം പ്രവർത്തനങ്ങൾ തുടങ്ങി വിവിധ പദ്ധതികൾക്കായി 66,17,303 രൂപ ചെലവഴിച്ചു. പശ്ചാത്തല വികസനം ഉറപ്പുവരുത്തുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് തനതായും ജില്ലാ, ബ്ലോക്ക്, MLA തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹായത്തോടെ വിജയകരമായി നടപ്പിലാക്കി. പുതുതായി 7.77 കിലോമീറ്റർ ദൈർഘ്യം റോഡ് ടാർ ചെയ്യുന്നതിനു പുറമെ 62 കിലോമീറ്റർ റോഡ് റീടാർ ചെയ്തു. പ്രസ്തുത പ്രവൃത്തിക്ക് 10,99,07,550 രൂപ ചെലവഴിച്ചു. കേരള സർക്കാരിന്റെയും MLA കിഫ്ബി ഫണ്ടും ഉപയോഗിച്ച് അമ്മാനപ്പാറ, പാച്ചേനി, തിരുവട്ടൂർ, ചപ്പാരപ്പടവ് റോഡ് ഗതാഗത യോഗ്യമാക്കി. ആരോഗ്യമേഖലയിൽ സുശക്തമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞു. ആയുർവേദ, ഹോമിയോ, അലോപ്പതി ചികിത്സകൾ സൗജന്യമായി ലഭ്യമാക്കുന്നതിന് കാര്യക്ഷമമായി ഇടപെടാനും കഴിഞ്ഞു. പ്രതിമാസം മെഡിക്കൽ ക്യാമ്പുകൾ, ഗവൺമെന്റ് മൊബൈൽ ഡിസ്പെൻസറികൾ, പാലിയേറ്റീവ് എന്നിവ വഴി രോഗീ പരിചരണവും ചികിത്സയും ഉറപ്പാക്കി. നെല്ലിപ്പറമ്പ് NHM ആയുർവേദ ആശുപത്രി കെട്ടിടം, തിരുവട്ടൂർ ആയുർവേദ ആശുപത്രി കെട്ടിടം എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു. പൊയിലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന PHC FHC ആക്കി ഉയർത്താൻ കഴിഞ്ഞതും മാവിച്ചേരിയിൽ ഹെൽത്ത് സബ് സെന്റർ കെട്ടിടം പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞതും മികച്ച നേട്ടങ്ങളാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞു. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടന്നുവരുന്നു. 36 ഹരിത കർമ്മസേനാംഗങ്ങൾ കർമ്മനിരതരായി രംഗത്തുണ്ട്. എല്ലാ വീടുകളിലും റിംഗ് കമ്പോസ്റ്റ് സബ്സിഡി നിരക്കിൽ എത്തിച്ചു നൽകാൻ കഴിഞ്ഞു. 3702 വീടുകളിൽ ഈ ഭരണസമിതിയുടെ കാലത്ത് റിംഗ് കമ്പോസ്റ്റ് വിതരണം ചെയ്തു. കൂടാതെ 484 വീടുകളിൽ ബൊക്കാഷി ബക്കറ്റ് വിതരണം ചെയ്തു. 13,80,860 രൂപ ചെലവഴിച്ചു. ഹരിതഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1, 5, 9, 10, 13 വാർഡുകളിൽ മാലിന്യ സംസ്കരണ ബോധവൽക്കരണ ക്ലാസ്, സൗന്ദര്യവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി സംഘടിപ്പിച്ചു. തോട്, കുളങ്ങൾ, പുഴകൾ എന്നിവയുടെ ശുചീകരണം ഉറപ്പാക്കി. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുതലിത്തോട്, വളയൻതോട് എന്നിവ ജനകീയ പിന്തുണയോടെ ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ ആഘോഷങ്ങളിലും ഹരിതചട്ടം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. മേനച്ചൂർ, പനങ്ങാട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്തെ കുളം എന്നിവ മാതൃകാപരമായി പുനർനിർമ്മിച്ചു. 1 കോടിയിലേറെ തുക ഇതിനായി വിനിയോഗിച്ചു. സ്ത്രീ സൗഹൃദം, സ്ത്രീ സുരക്ഷ എന്നിവ ഉറപ്പുവരുത്തുന്നതിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കുടുംബശ്രീയുമായി കൈകോർത്ത് നടപ്പിലാക്കി വരുന്നു. സിംഫണി ഹെൽപ്പ് ഡെസ്ക്, ഹിത്മ സ്വയം തൊഴിൽ സംരംഭം, ടൈലറിംഗ് യൂണിറ്റുകൾ, കസിൻസ് കഫേ, ഹരിതമംഗല്യ യൂണിറ്റുകൾ എന്നിവ ഈ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്നു. വിവിധ പദ്ധതികളിലൂടെ 32,80,500 രൂപ സബ്സിഡിയായി അനുവദിച്ചു. വഴിയിടം മുഖ്യമന്ത്രിയുടെ 101 കർമ്മ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ തളിപ്പറമ്പ്, ആലക്കോട്, കൂർഗ് അതിർത്തി റോഡിൽ കാഞ്ഞിരങ്ങാട് RTO ഗ്രൗണ്ടിന് സമീപം യാത്രികർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുവാനും വിശ്രമിക്കുവാനും ഭക്ഷണം കഴിക്കുവാനുമുള്ള സൗകര്യപ്രദമായ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണ്. അടച്ചുറപ്പുള്ള ഭവനം
ഏതൊരാളുടെയും സ്വപ്നമാണ്. പരിയാരം പഞ്ചായത്തിൽ ദുർബല ജനവിഭാഗത്തിൽപ്പെട്ട ഭവനരഹിതരായ 123 പേർക്ക് 4,96,00,000 രൂപ ചെലവഴിച്ച് അടച്ചുറപ്പുള്ള ഭവനങ്ങൾ പണിതു നൽകി. കൂടാതെ വാസയോഗ്യമല്ലാത്ത വീടുകളിൽ താമസിക്കുന്ന 130 പേർക്ക് 1,05,07,200 രൂപ ഇനത്തിൽ ചെലവ് ചെയ്ത് വീട് വാസയോഗ്യമാക്കി നൽകി. സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്ന വിവിധ പദ്ധതികളിലൂടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും വനിതകളുടെയും ക്ഷേമം ഉറപ്പുവരുത്താൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു. അങ്കണവാടി കുട്ടികൾക്ക് പോഷകാഹാര വിതരണം, ഭിന്നശേഷി വയോജന കലാമേള, അങ്കണവാടികളുടെ ഹൈടെക് വൽക്കരണം, കാഴ്ച പരിമിതർക്ക് ടോക്കിംഗ് കമ്പ്യൂട്ടർ, അങ്കണവാടികൾക്ക് ഇന്റർനെറ്റ് സൗകര്യം എന്നിവയ്ക്ക് പുറമെ വനിതകൾക്ക് യോഗ, എയറോബിക് പരിശീലനവും നടത്താൻ കഴിഞ്ഞു. അമ്മാനപ്പാറയിലും നെല്ലിപ്പറമ്പിലും പകൽ വീടുകൾ സജീവമായി പ്രവർത്തിച്ചുവരുന്നു. കലാകായിക വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിയുടെ കാലത്ത് നേതൃത്വം നൽകാൻ കഴിഞ്ഞു. അംഗീകൃത വായനശാലകൾക്കും ക്ലബ്ബുകൾക്കും സ്പോർട്സ് കിറ്റ് വിതരണം, പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധ പരിശീലനം, 10ാം ഉദയം തുടർ സാക്ഷരതാ പ്രവർത്തനം, നീന്തൽ പരിശീലനം, വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനം, വിവിധ വിദ്യാലയ വികസന പ്രവർത്തന പദ്ധതികൾ എന്നിവ കാര്യക്ഷമമായി നടപ്പിലാക്കി. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനത്തിലൂടെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി. കാർഷിക മേഖലയിലും പശ്ചാത്തല മേഖലയിലും നടപ്പിലാക്കിയ മാതൃകാ പ്രവർത്തനങ്ങൾ: കയർ ഭൂവസ്ത്രം, സോക്ക്പീറ്റ്, തൊഴുത്ത്, റോഡ് കോൺക്രീറ്റ്, കളിസ്ഥലം, കിണർ എന്നിവ വിവിധ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകി. 13 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞു. പൊതുഭരണ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ ഭരണസമിതിയോട് ചേർന്ന് കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. പദ്ധതി വിനിയോഗത്തിലും നികുതി പിരിവിലും 100% കൈവരിച്ചു. കാര്യക്ഷമമായ ഫ്രണ്ട് ഓഫീസ് പ്രവർത്തനം, കെ-സ്മാർട്ടിലൂടെ സേവനങ്ങൾ കൃത്യതയോടെയും സുതാര്യമായും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലങ്ങളുടെ സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ, പച്ചത്തുരുത്തൊരുക്കൽ തുടങ്ങിയ വിവിധ തരം പ്രവർത്തനങ്ങളിലൂടെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കാൻ നേതൃത്വം നൽകി. വനിതാ, ശിശു, വയോജന, ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത്, പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം എന്ന കാഴ്ചപ്പാടോടെ ജല ബജറ്റ്, നല്ലിടം, സ്ത്രീ പദവി പഠനം, വിവരസഞ്ചയിക തുടങ്ങി അടിസ്ഥാന വിവരങ്ങൾ ശേഖരിച്ച് പഠനാർഹമായ രേഖകൾ പ്രകാശനം ചെയ്തു. മാലിന്യമുക്തവും കാർഷിക ജലസമൃദ്ധിയും പരിസ്ഥിതി സൗഹൃദവുമായ ഒരു നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള മഹത്തായ ജനകീയ ഐക്യം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞതും, കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞതും, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുവാനുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്താൻ കഴിഞ്ഞതും, ഗുണനിലവാരവും പൊതുശുചിത്വ സംസ്കാരവുമുള്ള സാമൂഹ്യ ചുറ്റുപാട് ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞതും ഈ ഭരണസമിതിയുടെ പ്രവർത്തന മികവായി കാണുന്നു. ഇനിയും പരിസ്ഥിതി സൗഹൃദാന്തരീക്ഷത്തിൽ ഈ മണ്ണിൽ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുവാനുള്ള ചുറ്റുപാട് രൂപപ്പെടുത്താൻ ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകേണ്ടതുണ്ട്. മനുഷ്യ നന്മയിൽ അധിഷ്ഠിതമായ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്താൻ നമുക്കൊരുമിച്ച് ഇനിയും കൈകോർക്കാമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. കഴിഞ്ഞ കാല ഭരണസമിതികൾ നടത്തിയ മഹത്തായ പ്രവർത്തനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം പുതിയ കാലത്തെ അതിജീവിക്കുവാനുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെ ഭാവി വികസന സാധ്യതകൾക്ക് രൂപം നൽകാൻ കൂടെ ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയോടെ 2020-25 വർഷത്തെ ഭരണസമിതി നടത്തിയ പ്രധാന പ്രവർത്തനങ്ങൾ ജനസമക്ഷം സമർപ്പിക്കട്ടെ.